നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. വേലി തന്നെ വിളവ് തിന്നുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇല്ലേ? ആദ്യം അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പറയാം. കേന്ദ്ര ഗവൺമെൻറ് സിറ്റി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞ് ഒരു ആക്ട് ഉണ്ടാക്കി. അത് 1981 9-ാം മാസത്തിൽ 17-ാം തീയതിയാണ് ആ ആക്ട് നിലവിൽ വന്നത്, 1981. അതിൻ്റെ പിന്നാലെ ലേബർ മിനിസ്ട്രിയാണ് ഈ മിനിസ്ട്രിയുടെ കീഴിലാണ് ഈ വെൽഫെയർ ബോർഡ്. ആറ്റൻബറോ എന്ന് പറഞ്ഞ മഹാനായ സംവിധായകൻ ഗാന്ധിയെക്കുറിച്ചൊരു സിനിമ എടുത്തല്ലോ. ആ സിനിമ 1982 നവംബർ 30-ാം തീയതിയാണ് ആ സിനിമ റിലീസായത്. ആ സിനിമ ഇന്ത്യയിൽ പ്രദർശനം തുടങ്ങിയപ്പോൾ ആറ്റൻബറോ പറഞ്ഞു, ഈ ഗാന്ധി സിനിമയിൽ നിന്ന് എത്ര രൂപ ലാഭം കിട്ടിയാലും ശരി, അത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകില്ല. ആ പൈസ ഇന്ത്യയിലെ സിനിമാ പ്രവർത്തകർക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ തരാം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അങ്ങനെ ഗാന്ധി സിനിമയിൽ നിന്ന് കിട്ടിയ മുഴുവൻ ലാഭവും അദ്ദേഹം ഈ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സിറ്റി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ടിന് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ ഓരോ പടം സെൻസർ ചെയ്യുമ്പോഴും അതിൽ നിന്ന് 10,000 രൂപ ഈ വെൽഫെയർ ഫണ്ടിലേക്ക് വരും. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു വർഷം ഇന്ത്യയിൽ എത്ര പടം ഇറങ്ങുന്നു? അത്രയും പടങ്ങളിൽ നിന്ന് 10,000 രൂപ വെച്ച് അവിടെ വരും. അതാണ് ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് സിനിമയുടെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് ചികിത്സാ ചെലവിനായി, പെൺകുട്ടികളുടെ പഠനത്തിനായി ഒരുപാട് തുക അതിൽ നിന്ന് ലഭിക്കും. ചികിത്സാ ചെലവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 35-40 ലക്ഷം രൂപ വരെയുള്ള ചികിത്സകൾ. നമുക്കൊരു സിനിമാക്കാരനൊരു ഹാർട്ട് ഓപ്പറേഷനോ കിഡ്നി മാറ്റിവെക്കലോ ഒക്കെ വന്നാൽ ഒരു പ്രശ്നവുമില്ല, ഇതിൽ അംഗത്വമുള്ളവർക്ക് ആ പൈസ കിട്ടും. അതുപോലെ ഒരു പെൺകുട്ടി ഒരു ക്ലാസ്സിന് പോയാൽ, ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ 1 രൂപ വെച്ച് കിട്ടും. അപ്പോൾ ഒരു വർഷം ഒരു 280 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ 280 രൂപ അവളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെ കണ്ണൂർ കാർഡെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം കണ്ണൂരിലെ ബീഡി തൊഴിലാളികൾക്കുള്ള വെൽഫെയർ ബോർഡും ഈ സിനിമാക്കാരുടെ വെൽഫെയർ ബോർഡും ഒരു ഓഫീസിൻ്റെ കീഴിലായിരുന്നു, ഒരു ഓഫീസിലായിരുന്നു കണ്ണൂർ. അതുകൊണ്ട് നമ്മൾ മലയാള സിനിമാക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ണൂർ കാർഡാണെന്നായിരുന്നു. ഈ കാർഡ് എടുക്കാൻ 100 രൂപയുടെ ഒരു മുദ്രപത്രത്തിൽ ഈ അപേക്ഷ ടൈപ്പ് ചെയ്ത് ഒരു നോട്ടറിയെ കൊണ്ട് സൈൻ ചെയ്ത് 2 ഫോട്ടോയുമായി കണ്ണൂരിലേക്ക് അയക്കുന്നതിന് മുമ്പ് അതിൽ വർഷാവർഷം അതിൽ ഒരു ബോർഡുണ്ടാവും, ഒരു കമ്മിറ്റി ഉണ്ടാവും. സിനിമാ രംഗത്തുള്ള കുറച്ച് പേര് കമ്മിറ്റിയിലുണ്ടാവും. ആ കമ്മിറ്റിയിലുള്ള ആരെങ്കിലും 2 പേര് സൈൻ ചെയ്ത് ഇത് കണ്ണൂരിലേക്ക് അയക്കണമായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓഫീസുണ്ട്. ഇപ്പോൾ കണ്ണൂർ ഓഫീസില്ല, കണ്ണൂർ കാർഡെന്നുള്ള പേര് ഇപ്പോൾ പോകും. കാരണം ഓഫീസ് തിരുവനന്തപുരത്തേക്ക് മാറി, ഹെഡ് ഓഫീസ്. ഈ ഓഫീസിലേക്ക് അയക്കും. ഇവിടെ കാലാകാലങ്ങളിൽ ഈ കുടികിടപ്പ് കിടക്കുന്നത് പോലെ കുറേ ബോർഡ് മെമ്പർമാരുണ്ട് സിനിമയിലുള്ള. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി അറിയേണ്ടതാണ്, തൊഴിൽ വകുപ്പ് മന്ത്രി അറിയേണ്ടതാണ്. പുതിയ ബോർഡ് വരുമ്പോൾ കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് അത് സൈൻ ചെയ്ത് ആരെയൊക്കെ പുതിയ ബോർഡിൽ എടുക്കണമെന്ന് തീരുമാനിക്കുക. പക്ഷേ ഇത് സിനിമാക്കാരും ചിന്തിക്കാറില്ല. ഈ വേന്ദ്രന്മാരായ ചിലർ, ഈ കുടികിടക്കുന്ന കുറേ പേരുണ്ടല്ലോ, കഴിഞ്ഞ 10-20 വർഷമായിട്ട് അവർ തന്നെയാണ് സ്ഥിരം ബോർഡ് മെമ്പർമാർ. എങ്ങനെയെന്ന് വെച്ചാൽ, കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇവർ ഇതിനെ കൊണ്ടുവന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയെ ഏൽപ്പിക്കും. തൊഴിൽ വകുപ്പ് മന്ത്രി നോക്കാം, കണ്ണൂർ കാർഡിന് സിനിമാക്കാരുടെ വെൽഫെയർ ബോർഡിനില്ല, അങ്ങനെ അങ്ങ് ഒപ്പിട്ടം കൊടുക്കും. ഇവർ തന്നെ അങ്ങനെ കുടികിടക്കുക. അങ്ങനെ കുടികിടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്തുള്ള ഒരു സംവിധായകനും കൊല്ലത്തുകാരനായ ഒരു സഹസംവിധായകനും, ഇവർ 2 പേരും ചേർന്ന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മാക്ടയിൽ അംഗത്വം കിട്ടാത്തവർക്കെല്ലാം അംഗത്വം തരാനായി എന്ന് പറഞ്ഞ ഒരു സംഘടന, ഒരു കടലാസ് സംഘടന തിരുവനന്തപുരത്ത് മെർലാൻഡ് സ്റ്റുഡിയോയ്ക്ക് അടുത്ത് തുടങ്ങി. മേഫിൽ എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ ഒരു സംഘടന തുടങ്ങിയിട്ട് പാവപ്പെട്ട ലൈറ്റ് ബോയ്സ് അടക്കം, പാവപ്പെട്ട പ്രൊഡക്ഷൻ ബോയ്സിൻ്റെയും അടക്കം അന്നത്തെ കാലത്ത് 300 രൂപ, 400 രൂപ, 500 രൂപ എന്നാണ് കാണുന്നവൻ്റെ തോന്നുന്ന തരത്തിൽ ആയിരക്കണക്കിന് രൂപ വാങ്ങി ഈ സംവിധായകനും ഈ സഹസംവിധായകനും കൂടെ പുട്ടടിച്ചു. അവരുടെ ജീവിതം തന്നെ പുട്ടടിയാണ്. അതായത് ഒരു ജോലിക്കും പോകില്ല, അവരിങ്ങനെ കൃഷിയടിച്ച് ജീവിക്കുന്ന 2 പേരാണ്. ഇവർ 2 പേരും ഈ കണ്ണൂർ കാർഡെന്ന് പറയുന്ന കേരള സിറ്റി വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ സ്ഥിര കുടികിടപ്പുകാരാണ്. ഇവർ വർഷങ്ങളായി അതിലുണ്ട്. ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, അതിൽ ഈ സംവിധായകൻ എന്ന് പറഞ്ഞ ആളിപ്പോൾ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാണ്. ആലോചിക്കണം, ഈ ഫെഫ്കയിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭീഷണി കത്തയക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭീഷണി കത്തയക്കുക, പോസ്റ്റർ ഒട്ടിക്കുക, ഊമ കത്തയക്കുക, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഫോണിൽ വിളിച്ച് രാത്രി തെറി പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ഫെഫ്കയിൽ ഡയറക്ടേഴ്സ് യൂണിയനിൽ ഇരിക്കുന്നവർക്ക് പേടിയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ഉന്നത സ്ഥാനത്ത് അങ്ങ് ഇരുത്തിയിരിക്കുക. ഇയാളും ഈ സഹസംവിധാനം ജീവിക്കുന്നത് കണ്ണൂർ കാർഡ് എന്ന് പറയുന്ന ഈ വെൽഫെയർ
ബോർഡിൽ അംഗമാകാൻ വേണ്ടി പാവപ്പെട്ട സിനിമാക്കാരോട് 1000 രൂപ മുതൽ 5000 രൂപ വരെ ഒരുപാട് പേര് ഇത് വാങ്ങുന്നു. പ്രത്യേകിച്ചും ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന സിമ്പിളൻ ഒരു ലെതർ ബാഗൊക്കെ തൂക്കി പാൻറ്റൊക്കെ ഇൻ ചെയ്ത് ഇങ്ങനെ വരുന്ന കണ്ടാൽ ഈ പറയുന്ന വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാനാണെന്ന് തോന്നും. ഇൻ്റർനാഷണൽ ഉടായ്പാണ്, പറ്റിപ്പാണ് ഈ രണ്ടുപേർക്കും. 1000 രൂപ മുതൽ 5000 രൂപ വരെ പാവങ്ങളിൽ നിന്ന് വാങ്ങിയിട്ട് കണ്ണൂർ കാർഡ് എടുത്ത് തരാം, നിങ്ങൾക്കത് കിട്ടിയാൽ 35 ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവ് കിട്ടും, നിങ്ങളുടെ മകൾ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവക്കാനുള്ള വരുമാനം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പാവങ്ങളെ ചാടിച്ച് 1000 രൂപ മുതൽ 5000 രൂപ വരെ വാങ്ങി ജീവിക്കുന്ന രണ്ട് പരാന്ന ഫോജികളാണ് ഈ രണ്ടുപേർ. അതിൽ നിങ്ങൾ ആലോചിച്ചു, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ഫെഫ്കയുടെ തലപ്പത്തിരിക്കുന്നവനാണ് ഈ പറ്റിക്കുന്ന ആളുകളെ. പക്ഷേ അതിന് ആ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ചെയർമാനായിരിക്കുന്ന രഞ്ജി പണിക്കർക്കോ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന GS വിജയനോ ഒന്നും ഒരു പരാതിയുമില്ല. അവൻ കണ്ടവൻ ഇന്ന് പറ്റിച്ച് തിന്ന് ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ വിട്ടിരിക്കുക. കാരണം അവനോട് വിരൽ ചൂണ്ടി സംസാരിച്ചാൽ അന്ന് രാത്രി അനോണിമസ് കോൾ വീട്ടിൽ വരും, അല്ലെങ്കിൽ വീടിൻ്റെ ചോരിൽ പോസ്റ്റർ ഒട്ടിക്കും, ഇല്ല എങ്കിൽ ഊമഖത്തയക്കും ഭാര്യയ്ക്ക്, നിങ്ങളുടെ ഭർത്താവിന് അഭിഹിത ബന്ധമാണെന്ന് പറഞ്ഞിട്ട്. ഈ രണ്ടു പേരെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ സിനി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസ് ആയിട്ടുണ്ടല്ലോ, കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ അംഗത്വം കിട്ടിയ ആളുകളുടെ മുഴുവൻ ഫയലുകളും പരിശോധിക്കണമെന്ന് പറയാനാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം ഈ ഡയറക്ടർ എന്ന് പറയുന്ന ഇതിൽ ഈ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ കഥാപാത്രം, അയാളുടെ വീട്ടിലുള്ള സകലമാന ബന്ധുക്കളെ ഇതിൽ ചേർത്തിട്ടുണ്ട്. സകലമാന ബന്ധുക്കളെയും സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അവരെയൊക്കെ കൊണ്ടുവന്ന് ഇതിൽ അംഗത്വം എടുത്ത് കൊടുത്തിരിക്കുക. സിനിമയുമായി ബന്ധമില്ലാത്ത ഒരുപാട് പേർ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ബോർഡായി മാറിയിരിക്കുന്നു ഈ സിനി വർക്കേഴ്സ് ബോർഡ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ കേരളത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കൂ, 20 വർഷം വേണമെന്നില്ല, 10 വർഷക്കാലത്തെ അപേക്ഷകൾ പരിശോധിച്ച് സിനിമാക്കാരല്ലാത്തവരെ മുഴുവൻ പേരുടെയും അംഗത്വം ഇതിൽ നിന്ന് റദ്ദാക്കണം. അത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന പാവങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതുപോലെ തന്നെ അംഗത്വം എടുക്കാൻ നടക്കുന്ന പാവങ്ങൾ ശീവരാഹത്തുള്ള ഓഫീസിൽ പോയി നേരിട്ട് കൊടുക്കുക, അല്ലാതെ യവനെയൊക്കെ വിളിച്ച് 1000 രൂപ മുതൽ 5000 രൂപ വരെ കൊടുത്ത് ചതിയിൽ ചാടരുത് എന്ന് മാത്രമാണ് തൽക്കാലം എനിക്ക് പറയാനുള്ളത്. ഇതിനെന്തെങ്കിലും പ്രതികരണം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ വിശദമായ ആളുകളുടെ പേരടക്കമുള്ളത് അടുത്ത ലക്കത്തിൽ പറയാം. നമസ്കാരം. തിരുവോണം. എനിക്ക് എന്താ പറയുക, ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ആദ്യം ഓടിയെത്തുന്നത് MT വാസുദേവൻ നായർ സാർ തിരക്കഥ എഴുതി ഹരികുമാർ സാർ സംവിധാനം ചെയ്ത മമ്മൂക്ക നായകനായ സുഹൃതത്തെക്കുറിച്ചാണ്. സുഹൃതം ചിത്രീകരണം ഒറ്റപ്പാലത്ത് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഷൊർണൂർ ഒറ്റപ്പാലം ഭാഗത്ത് നടക്കുമ്പോഴാണ് ആ വർഷത്തെ ഓണം മുഴുവൻ പേർക്കും ഇലയിട്ട് സദ്യ വിളമ്പിയായിരുന്നു ഞങ്ങൾ തിരുവോണം ആഘോഷിച്ചത്. മമ്മൂക്ക അടക്കമായിരുന്നു ആഹാരം വിളമ്പിത്തന്നത്. ആ സിനിമ നിർമ്മിച്ചത് ചന്ദ്രകാന്ത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയാണ്. ചന്ദ്രകാന്ത് നിങ്ങൾക്കറിയാമായിരിക്കും. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന് പറഞ്ഞ സിനിമയിലൂടെ മലയാള സിനിമ നിർമ്മാണ രംഗത്ത് വന്ന കമ്പനിയാണ് ചന്ദ്രകാന്ത്. ആ ചന്ദ്രകാന്ത് 2 പടം 3 പടം കഴിഞ്ഞപ്പോൾ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി, 3 പാർട്ട്നേഴ്സുള്ള കമ്പനിയാക്കി. ആ കമ്പനിയാണ് സുഹൃതം നിർമ്മിച്ചത്. എനിക്ക് സുഹൃതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ചന്ദ്രകാന്ത് ഫിലിംസിൻ്റെ ഉടമസ്ഥനെയാണ്. ഞങ്ങൾ ഇന്ദ്രൻസ് ജയനായിരുന്നു കോസ്റ്റ്യൂമർ. ഞങ്ങൾ കോസ്റ്റ്യൂം എടുക്കാൻ പോയി. ഞാനത് മുമ്പ് ഏതെങ്കിലും പ്രോഗ്രാമിൽ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഒരു എറണാകുളത്തെ ഒരു വലിയ തുണിക്കടയിൽ ചെന്ന് തുണികൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ രവിശങ്കർ എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകനായിട്ടാണല്ലോ മമ്മൂട്ടി അഭിനയിക്കുന്നത്. ഒരു പരിധിവരെ വേണമെങ്കിൽ MT സാറിൻ്റെ കഥാപാത്രമാണ്. MT സാർ തന്നെയാണ് രവിശങ്കർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനുവേണ്ടി തുണികൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്രപ്രവർത്തകനല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തുണികൾ മെറ്റീരിയൽ, അന്ന് തുണിയെടുത്ത് തയ്ക്കുകയുള്ളൂ, റെഡിമെയ്ഡില്ല, തുണിയെടുത്ത് തയ്ക്കുകയുള്ളൂ മമ്മൂക്കയ്ക്ക്, അങ്ങനെ റെഡിമെയ്ഡ് അന്ന് ഉപയോഗിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും ഒക്കെ തുണിയെടുക്കുമ്പോൾ പല തുണികളും ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ എന്ന് പറയുന്ന, വൈശാലി രാമചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് പറയും, ദിനേശ് ഇത്രയും കോസ്റ്റ്ലി വേണോ? ഞാൻ പറയും, സാർ വിലയുടെ അല്ല പ്രശ്നം, ആ ക്യാരക്ടറിന് പറ്റിയ ഡ്രസ്സ് വേണ്ടേ സാർ. ഇങ്ങനെ ഞങ്ങൾ തുണിയെടുക്കാൻ പോയിടത്ത് ഏതാണ്ട് ഒരു നല്ല ക്ലാഷായി. ആ ക്ലാഷിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു,
ഞാൻ ഈ പടത്തിന് തൊട്ട് മുമ്പ് നിർമ്മിച്ചത് ധനം എന്ന് പറഞ്ഞ പടമായിരുന്നു. മോഹൻലാലായിരുന്നു നായകൻ. വളരെ കുറച്ച് രൂപയെ എനിക്ക് മോഹൻലാലിന് വേണ്ടി ഡ്രസ്സിനായുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തെ എൻ്റെ വിവരക്കേട് കൊണ്ട് പെട്ടെന്ന് ഞാൻ ചൂടായി. ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു, സാർ, മോഹൻലാൽ ആ പടത്തിൻ്റെ 60% ഒരു വീടിൻ്റെ തട്ടിൻ്റെ മേളിൽ ഇരിക്കുകയാണ്. ഇത് രവിശങ്കർ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ, മാതൃഭൂമി പോലുള്ള ഒരു പത്രത്തിൻ്റെ പത്രാധിപ ബോർഡിലുള്ള ഒരാളാണ്. അദ്ദേഹം തട്ടിൻ്റെ വരെ ഇരിക്കുന്ന മാറാലയും പൊടിയും പുകയൊക്കെ ഉള്ള അവിടെ കയറിയിരിക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കഥാപാത്രത്തെ പോലെ ഇട്ടാൽ മതിയോ? ഒരു കാര്യം ചെയ്യാം സാർ, നമുക്ക് മമ്മൂക്കയുള്ള ഡ്രസ്സ് പിന്നെ എടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോന്നു, മടങ്ങി പോന്നു. ഞാൻ വന്നിടം തന്നെ സെറ്റ് വന്ന് ഹരികുമാർ സാറിനോട് ഈ വിവരം പറഞ്ഞു. ഹരികുമാർ സാർ മമ്മൂട്ടിയോട് പറഞ്ഞു. മമ്മൂക്ക അപ്പം തന്നെ പറഞ്ഞു, വൈശാൽ രാമേന്ദ്രനോട് ആവശ്യം എൻ്റെ വന്ന് കാണാൻ പറയൂ, ഇനി കണ്ടിട്ടേ ബാക്കി അഭിനയിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എവിടെയോ വിളിച്ച്, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, എവിടെയോ വിളിച്ച് വൈശാലിയെ എത്തിച്ചു. രാമേന്ദ്രൻ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് കോസ്റ്റ്യൂം എടുക്കാൻ പോയപ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടു. ഞാൻ ഈ പടത്തിൽ ഇനി അഭിനയിക്കണമെന്ന്, നിങ്ങൾ ഈ സെറ്റിലുണ്ടാവാൻ പാടില്ല. അന്ന് രാത്രിയുള്ള ഫ്ലൈറ്റിൽ ഇദ്ദേഹം പാർട്ട്ണർമാരിലുള്ള ഒരാളായ സുകുമാരൻ ഷാർജ എന്ന് പറഞ്ഞ ആളിന് ചുമതല കൊടുത്തിട്ട് രാമേന്ദ്ര സാർ ഗൾഫിലേക്ക് പറന്നു. പിന്നെ പടം തീരുന്നവരെയും രാമേന്ദ്ര സാർ വന്നിട്ടില്ല. എല്ലാം സുകുമാരൻ ഷാർജയായിരുന്നു നോക്കിയത്. എനിക്ക് സുഹൃത്തെക്കുറിച്ച് ആലോചിച്ചാൽ, ഓണത്തെക്കുറിച്ച് ആലോചിച്ചാലൊക്കെ ഞാൻ വൈശാലി രാമചന്ദ്രൻ എന്ന അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് സ്വന്തം ശബ്ദത്തിൽ പറഞ്ഞ് ജനകോടികളുടെ മനസ്സിലേക്ക് കയറിയ രാമേന്ദ്ര സാറിനെ ഞാൻ ഓർക്കാറുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്ത നിഴൽ കണ്ണാടി എന്ന് പറഞ്ഞ സീരിയലിന്, സൂര്യ ടി വിയിൽ ചെയ്ത സീരിയലിന് മികച്ച സംവിധായകൻ്റെ അവാർഡ് കിട്ടിയപ്പോൾ ആ അവാർഡ് വാങ്ങാനായി ഞാനും ഭാര്യയും മോനും എല്ലാം കൂടി എറണാകുളത്ത് പോയി. മറൈൻ ഡ്രൈവിലായിരുന്നു. വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു അവാർഡ് ദാന ചടങ്ങിലായിരുന്നു കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ അവാർഡ് ദാനം. ആ അവാർഡ് ദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറ്റ്ലസ് ജ്വല്ലറിയാണ്. അപ്പോൾ അവാർഡ് തരാൻ ഉള്ള ആൾക്കാരിൽ അറ്റ്ലസ് ജ്വല്ലറി രാമേന്ദ്ര സാറുമുണ്ട്. രാമേന്ദ്ര സാർ മികച്ച സംവിധായകനുള്ള ഷീൽഡും സർട്ടിഫിക്കറ്റും ക്യാഷ് പൈസയും ചേർത്ത്, രൂപയും ചേർത്ത്, അത് ഇട്ട ഒരു കവറും ചേർത്ത് എനിക്ക് തരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചിരി കണ്ടപ്പോൾ, എനിക്കിങ്ങനെ തരുമ്പോൾ എന്നെ മുമ്പ് കണ്ട ആ പരിചയം വെച്ചായിരിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ സുഹൃത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. ആ നിഷ്കളങ്കമായ ചിരിയോടെ അദ്ദേഹം അത് വാങ്ങിയ, എനിക്ക് തന്ന ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലിരിപ്പുണ്ട്. അത്ര മാന്യനായ, സാധുവായ, നിഷ്കളങ്കനായ ഒരു, എന്താ പറയുക, സ്വാധീനായ ഒരു മനുഷ്യനാണ് അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ. ഈ ഓണനാളിൽ ഞാൻ അദ്ദേഹത്തെ ഓർത്തതുകൊണ്ടാണ് ഈ ലക്കം ശാന്തുള്ള സ്പീക്കിംഗ് അറ്റ്ലസ് ജ്വല്ലറി രാമേന്ദ്രൻ സാറിനെ കുറിച്ചാക്കിയത്. വായിൽ സ്വർണ്ണക്കരണിയും കൊണ്ട് ജനിച്ച ആളല്ല അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ. അദ്ദേഹം തൃശ്ശൂരിലാണ് ജനിച്ചത്. 1942 ജൂലൈ 31. അതായത് ഇപ്പോൾ ഏതാണ്ട് 79 വയസ്സായി അദ്ദേഹം. കമലാകര മേനോൻ, കമലാകര മേനോൻ എന്നാണ് അച്ഛൻ്റെ പേര്. രുക്മിണി അമ്മയാണ് അമ്മയുടെ പേര്. ഒരു കമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായാണ് അദ്ദേഹം കുവൈറ്റിലെത്തുന്നത്. ഭാര്യയുടെ പേര് ഇന്ദിര. സ്നേഹപൂർവ്വം അദ്ദേഹം എപ്പോഴും പറയുന്നത് എൻ്റെ ഇന്ദു എന്നാണ്. എൻ്റെ സിന്ധു ആയതുകൊണ്ട് എൻ്റെ ഇന്ദു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞാൻ പലപ്പോഴും സിന്ധുവിനെ ഓർക്കാറുണ്ട്. എൻ്റെ മഞ്ജു, ശ്രീകാന്ത്, 2 മക്കൾ. പക്ഷേ കുവൈറ്റ് യുദ്ധം വരിക, ഈ എന്താ പറയുക, കമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് കുവൈറ്റിൽ എന്നുള്ള ബാങ്കിൽ നിന്ന് ജോലി രാജിവെച്ച് സ്വർണ്ണ കച്ചവടത്തിലേക്ക് ഇറങ്ങുക, അതിന് അറ്റ്ലസ് എന്ന് പേരിടുക. അറ്റ്ലസ് ജ്വല്ലറിക്ക് വേണ്ടിയുള്ള പരസ്യം ചെയ്യാനായി അലിയാർ എന്നുള്ള പ്രൊഫസർ അലിയാർ വന്ന് ശബ്ദം കൊടുക്കാൻ എന്തോ പ്രശ്നത്താൽ സമയത്തിനെത്തിയില്ല. രാമേന്ദ്ര സാർ പറഞ്ഞു, ഞാൻ പറയാമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അല്പം സ്റ്റൈലിഷായ, ഒരു അല്പം കൊഞ്ഞ കലർന്ന ശബ്ദമാണ്. അദ്ദേഹം അത് വെച്ചുകൊണ്ട് പറഞ്ഞു, അലിയാർ സാർ പറയേണ്ട ഘനഗംഭീരമായ ശബ്ദത്തിന് പകരം അറ്റ്ലസ് ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നുള്ള ആ വിശ്വസ്തത കേൾക്കുമ്പോൾ നമുക്ക് ആദ്യകാലങ്ങളിൽ ചിരി വരുമായിരുന്നു. വിശ്വസ്ത സ്ഥാപനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പരസ്യം ചെയ്തു. ആ പരസ്യം ഉണ്ടാക്കിയെടുത്ത ഒരു ഹൈപ്പ് ലോകം മുഴുവനുള്ള മലയാളികൾ നെഞ്ചിലേറ്റിയ പരസ്യമായി മാറി. രാമേന്ദ്ര സാറിൻ്റെ ശബ്ദത്തിൽ വന്ന ആ പരസ്യം അദ്ദേഹം വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റി അറ്റ്ലസ് ജ്വല്ലറിയെ. UAE മാത്രം 19 ഷോറൂമും 3 ഓഫീസും ഉണ്ടായിരുന്നു. 19 ഷോറൂം UAE മാത്രം. പിന്നെ സൗദി, കുവൈറ്റ്, ദോഹ, മസ്കറ്റ്, അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിലടക്കം, കേരളത്തിലെവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും അറ്റ്ലസ് ജ്വല്ലറി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂരിലും താനയിലും മാത്രമേ ഉള്ളൂ തോന്നുന്നു. അദ്ദേഹം ഒരു കേസിൽപ്പെട്ടു. അദ്ദേഹം പറയുന്നത്, കേസെന്ന് പറയുന്നത് ഈ ബിസിനസ്സുകാർക്കെല്ലാം പറ്റാവുന്ന ഒരു അബദ്ധമാണ്. കാരണം ഒരുപാട് പൈസ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമല്ലോ.
ആ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ അതിനു വേണ്ടി എന്താ പറയുക, ബാങ്കിനൊരു ചെക്ക് കൊടുക്കുമല്ലോ. അങ്ങനെ ചെക്ക് കൊടുക്കുകയും ഏതോ സമയത്ത് ആ ചെക്ക് ഒരു ചെക്ക് എന്തോ പാസ്സാവാതെ പോയി. അങ്ങനെ പാസ്സാവാതെ പോയപ്പോൾ സെക്യൂരിറ്റി ചെക്ക് എന്നാണല്ലോ അതിന് പറയുന്നത്. ആ ചെക്ക് ബൗൺസായതിൻ്റെ പേരിൽ, അപ്പോൾ ഗൾഫിലാവുമ്പോൾ അറിയാമല്ലോ, അറബി രാഷ്ട്രങ്ങളിൽ വ്യാജ ചെക്ക് അല്ലെങ്കിൽ ചെക്ക് റിട്ടേണൊക്കെ ആയാൽ വലിയ കേസാണ്. അദ്ദേഹത്തോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പോലീസുകാർ പറയുകയും അദ്ദേഹവും ഭാര്യയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസുകാർ മേലുദ്യോഗസ്ഥൻ എത്തിയിട്ടില്ല, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുകയും കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഭാര്യയോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറയും, താങ്കൾ ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരുപാട് നേരമായി ഇരിക്കുകയല്ലേ, കിടക്കണമെങ്കിൽ അകത്ത് റൂമുണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് കിടത്തുകയും ചെയ്തു. ആ കിടക്കുന്നിടത്തുനിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എവിടെയോ ഒരു അപകടത്തിൽ പെടുകയാണ്. മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും അദ്ദേഹം ജയിലിലായി. ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണക്കരണ്ടിയും കൊണ്ട് ജനിച്ചതല്ല എങ്കിലും സ്വന്തം തല കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ കോടീശ്വരനായ അറ്റ്ലസ് ജുവലറി രാമചന്ദ്രൻ, വൈശാലി പോലുള്ള കോടികൾ മുടക്കിയെടുത്ത സിനിമയെടുത്ത അറ്റ്ലസ് ജുവലറി രാമചന്ദ്രൻ, അല്ലെങ്കിൽ ചന്ദ്രകാന്ത് രാമചന്ദ്രൻ, വൈശാലി രാമചന്ദ്രൻ, സുഹൃതവും ധനവും ചകോരവും പോലുള്ള നല്ല സിനിമകളെടുത്ത വൈശാലി രാമചന്ദ്രൻ, അദ്ദേഹം ജയിലിലായി. 3 വർഷം ജയിലിനകത്തായിപ്പോയി. ഇതിനിടെ ഇടേണ്ടിയിരുന്ന മകനെയും മകളെയൊക്കെ നമ്മളിങ്ങനെ ബിസിനസ്സൊക്കെ ഏൽപ്പിക്കുമല്ലോ ഒരു ഘട്ടം കഴിയുമ്പോൾ. കാരണം 79 വയസ്സായില്ലേ, അദ്ദേഹം ജയിലിലാകുമ്പോൾ അദ്ദേഹത്തിന് 76 വയസ്സുണ്ട്. അങ്ങനെ ബിസിനസ്സിൽ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം മക്കളൊക്കെ ഇനി ബിസിനസ് പഠിക്കട്ടെ എന്നൊക്കെ വെച്ച് കാണാം. എവിടെയോ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. അച്ഛൻ കേസിൽ പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ എങ്ങനെ ഇറക്കാമെന്നല്ല മകൻ ആലോചിച്ചു. മകൻ അപ്പം തന്നെ മുങ്ങി അമേരിക്കയ്ക്ക് പോയിക്കളഞ്ഞു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതാണ് മകളും മരുമകനും ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജയിലിലായി. വെളിയിൽ ആകെ ഉള്ളത് വീട്ടുകാര്യങ്ങൾ നോക്കി മാത്രം ശീലിച്ച അദ്ദേഹം ഹിന്ദു എന്ന് വിളിക്കുന്ന ഇന്ദിര എന്ന ഭാര്യ മാത്രം. വർഷങ്ങളോളം തൻ്റെ ഭർത്താവിനെ പുറത്തിറക്കാനുള്ള അക്ഷീണമായ പ്രവർത്തനങ്ങൾ നടത്തി അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹം പറയുന്നു, അന്നത്തെ വിദേശകാര്യ മന്ത്രിയായ സുഷമ സ്വരാജും പിണറായി വിജയനുമൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, നന്ദിയോടെ പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം നന്ദിയോടെ പറയേണ്ട കാര്യമില്ല, കാരണം സുഷമ സ്വരാജ് ഈ ലോകത്തില്ലല്ലോ. എന്നാലും അദ്ദേഹം പറയുന്നു, എന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിൻ്റെ പേരിൽ ഞാൻ അകത്തായെങ്കിലും ഇത്രയും കോടികളുടെ ആസ്തികൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് UAE തന്നെ 2 ആശുപത്രി ഉണ്ടായിരുന്നു. എത്രയോ കോടി ചിലവിട്ട 2 ആശുപത്രി. അവസാനം ഈ ആശുപത്രിയൊക്കെ വിറ്റ് ഒന്നാമത് വീണുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ ആരും വില കൊടുക്കില്ലല്ലോ. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഭാര്യ പുറത്തു നിന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് അദ്ദേഹത്തെ ഇറക്കിയത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, എനിക്കിപ്പോൾ ഒരൊറ്റ ജീവിത ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ ഭാര്യയ്ക്ക് സുഖമായി ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ബാക്കിയൊക്കെ അങ്ങനെ മറന്നു, മക്കളെയൊക്കെ അദ്ദേഹം മറന്ന് ഭാര്യയെ മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. കാരണം ഒരാപത്ത് കാലത്ത് ജയിലിലായി പോയപ്പോൾ അബലയായ ആ ഭാവം ഭാര്യ മാത്രമാണ് അദ്ദേഹത്തിന് സഹായത്തിനുണ്ടായിരുന്നത്. ഞാൻ എപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, ഇവിടുന്ന് കോടികൾ, ആയിരക്കണക്കിന് കോടികൾ തപ്പിക്കൊണ്ട് വിദേശത്തേക്ക് മുങ്ങിയ എത്ര പേരുണ്ട് ആലോചിക്കുക. റൈനോൾഡ് പേനയുടെ ആളടക്കം, നീരജ് മോഡി അടക്കം എത്ര പേരെ എത്രായിരം കോടിയും കൊണ്ട് മുങ്ങിയെന്ന് ആലോചിക്കുക. ഇന്ത്യയിലായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ട് വിദേശത്ത് പോയി താമസിക്കുന്നു ഇല്ലേ. മറ്റേ മദ്യക്കമ്പനി ഉടമയുണ്ടല്ലോ, ഒരുപാട് പേര്, നമ്മൾ ഒരാളായിട്ട് പറയുന്നത് എത്ര പേര് ആയിരക്കണക്ക് കോടിയും കൊണ്ട് മുങ്ങി. അത് പോട്ടെ, അറ്റ്ലസ് ജുവലറി രാമചന്ദ്രൻ അല്ലെങ്കിൽ കിലോ കണക്കിന് സ്വർണ്ണമുള്ള ജുവലറികൾ നടത്തുന്ന അറ്റ്ലസ് ജുവലറിയുടെ ഉടമസ്ഥനായ രാമചന്ദ്രൻ 3 വർഷക്കാലം ജയിലിൽ അകത്തായപ്പോൾ ഈ പറയുന്ന യൂസഫ് അലി സാർ അടക്കം, രവി പിള്ള അടക്കം, BRM ഷെട്ടി അടക്കം എത്രയോ ധനാഢ്യന്മാർ, ഇട്ടുമൂടാൻ കാശുള്ള എത്രയോ ധനാഢ്യന്മാർ ഇന്ത്യക്കാരായി മലയാളിയായി ഗൾഫ് രാജ്യങ്ങളിലുണ്ടായിരുന്നെങ്കിൽ പോലും ഒരാളുടെയും സഹായം രാമചന്ദ്രൻ സാറിന് കിട്ടിയില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു വലിയ പ്രയാസം തോന്നുന്നു. അവിടെ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതിലാരെങ്കിലും എന്തെങ്കിലും ചതിവ് നടത്തിയോ എന്ന് നമുക്ക് തോന്നാം. 1981 കുവൈറ്റിൽ അറ്റ്ലസിൻ്റെ ആദ്യത്തെ ഷോറൂം തുറക്കുന്നത്. പത്മിനിയമ്മ, പ്രശസ്ത തിരുവിതാംകൂർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ലളിത പത്മിനി രാഗിണിയിലെ പത്മിനിയമ്മ വിളക്ക് കൊളുത്തിയാണ് അല്ലെങ്കിൽ നാടമുറിച്ചാണ് ആദ്യത്തെ ജുവലറി കുവൈറ്റിൽ ഉദ്ഘാടനം ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും സകലകലാ പ്രതിഭയായിരുന്നു രാമേന്ദ്ര സാർ. അക്ഷരശ്ലോക മത്സരം ഭയങ്കര കൈരളി ചാനലിലാണ് അത് നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കമലാകര മേനോൻ്റെ പേരിൽ കൊടുക്കുന്ന പുരസ്കാരങ്ങൾ കൊടുക്കുന്ന അക്ഷരശ്ലോക മത്സരം, പിന്നെ തൃശ്ശൂർ പൂര ഉത്സവങ്ങൾ, ഇതിനിടയിൽ സിനിമയിൽ കയറിയ അഭിനയം, ഈ ഒരു പടം കയറി സംവിധാനം ചെയ്യൽ,
പാട്ടുപാടൽ, ഓർമ്മക്കുറിപ്പ് എഴുതൽ, ഇങ്ങനെ വിവിധ തലങ്ങളിൽ വിരാജിച്ചിരുന്ന ആളായിരുന്നു രാമേന്ദ്രൻ സാർ. അങ്ങനെ എന്താ പറയുക, ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് മാറിപ്പോകുമ്പോൾ എത്ര ജോലിക്കാരുണ്ടായിരുന്നു എന്നലച്ചു, എത്ര ആയിരം ജോലിക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നലച്ചു. അവരൊക്കെ അദ്ദേഹം പറയുന്നത്, എനിക്കൊരു വീഴ്ച വീഴുമ്പോൾ അവർ എൻ്റെ കൂടെ നിൽക്കില്ലല്ലോ, കാരണം അവർക്ക് ജീവിക്കണ്ടേ. അവരതുകൊണ്ട് ഉള്ള ജീവനം കൊണ്ട് കിട്ടിയ പൈസയും വാങ്ങിച്ചുകൊണ്ട് അവരെല്ലാം പോയി. ആരുമില്ലാതായപ്പോഴാണ് എനിക്ക് എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നവൻ ജീവിക്കാൻ കൊള്ളില്ല എന്നാണ് അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ പറയുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടരുത്, പ്രശ്നങ്ങളെ സധൈര്യം നേരിടണം. ഞാൻ അങ്ങനെ നേരിടുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ UAE-യിൽ ഒരു ഷോറൂമെങ്കിലും അറ്റ്ലസിൻ്റെ തുറക്കണമെന്നാണ്. എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാമുകൾ എടുത്ത് നോക്കിയപ്പോൾ അതിലൊക്കെ കണ്ട ആൾക്കാർ എഴുതിയിരിക്കുകയാണ്, സാറേ, ഞങ്ങൾ ഗൾഫിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം താങ്കൾ വീണ്ടും അറ്റ്ലസ് തുറന്നാൽ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ വാങ്ങുന്ന മുഴുവൻ സ്വർണവും അങ്ങയുടെ ഷോറൂമിൽ നിന്നേ വാങ്ങൂ എന്ന് അവർ ഓരോരുത്തരും പറയുന്നു. അങ്ങനെ അദ്ദേഹത്തെ മലയാളി സ്നേഹിക്കുന്നുവെന്ന് അതിൽ നിന്ന് തന്നെ, അതാണ് ഏറ്റവും വലിയ തെളിവ്, ഇല്ലേ? അങ്ങനെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞ് സ്വർണ്ണക്കട തുടങ്ങി, ഗൾഫ് യുദ്ധം വന്നു, കുവൈറ്റിൽ വലിയ യുദ്ധം നടക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടയിലെ മുഴുവൻ സ്വർണവും നഷ്ടപ്പെടുന്നു. അത് പിന്നെ സർക്കാരിൽ കേസും വഴക്കും പരാതിയും ഒക്കെ ആയി പോകുന്നു. അങ്ങനെ മോഷണം പോകാത്തതും എല്ലാം കൂടെ ചേർത്ത് എത്രയോ ഇരട്ടി അദ്ദേഹത്തിന് സർക്കാർ തിരിച്ചു കൊടുക്കുന്നു. അവിടുന്ന് അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് ആ പത്മനഗറിലുള്ള ഷോറൂമിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴൊക്കെ ആലോചിക്കും, ഒരു വലിയ കെട്ടിടമാണ് അറ്റ്ലസിൻ്റെ. അത് പൂട്ടിയിട്ട് ഒരു സെക്യൂരിറ്റിക്കാരൻ പുറത്തിരിക്കുന്നു, ബാങ്കുകാരെന്തോ വെച്ച ഒരു ഇതുകൊണ്ട് അനധികൃതമായി ആരും കടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡും വെച്ച്, ആ ബോർഡ് കാണുമ്പോഴൊക്കെ ഞാൻ രാമേന്ദ്രൻ സാറിനെ ഓർക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രാമേന്ദ്രൻ സാർ, താങ്കളോടൊപ്പം സുഹൃതം എന്ന് പറഞ്ഞ ഒരു സിനിമയിലെങ്കിലും സഹകരിക്കാനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ചകോരം പോലൊരു സിനിമ റിലീസ് ചെയ്ത് ആദ്യ ഷോ തുടങ്ങുമ്പോൾ കേരളം മുഴുവൻ എന്തോ മഴയോ ഹർത്താലോ എന്തോ ആയിരുന്നു. അങ്ങനെ ദയനീയമായി പരാജയപ്പെട്ടു പോയി. ലോഹിതദാസ് എഴുതി MA വേണു സംവിധാനം ചെയ്ത മുരളിച്ചേട്ടനും ശാന്തികൃഷ്ണയും മനോഹരമായി അഭിനയിച്ച സിനിമയായിരുന്നു ചകോരം. ആ സിനിമ ഓടിയിരുന്നുവെങ്കിൽ താങ്കൾ സിനിമ നിർമ്മാണം നിർത്തില്ലായിരുന്നു. ആ പടത്തോടുകൂടി താങ്കൾ നിർമ്മാണം നിർത്തി. പോട്ടെ, അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട. താങ്കൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. താങ്കളുടെ ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ, താങ്കൾ 3 വർഷം ജയിലിൽ കിടന്നുവെങ്കിൽ പോലും ആ 3 വർഷക്കാലം ജയിലിൽ കിടന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ താങ്കൾ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ആർജവത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന് താങ്കൾ പറയുന്ന ആ മലയാളിയുടെ മനസ്സിൽ അടിച്ചു കയറ്റിയ ആ പരസ്യം വീണ്ടും TV-കളിലൂടെയും യൂട്യൂബിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ വീണ്ടും വന്ന് താങ്കൾ വീണ്ടും ഒരു വലിയ പ്രസ്ഥാനമായി ഇനിയും മലയാളി ഉള്ളിടത്തോളം കാലം താങ്കൾ ഉണ്ടാവട്ടെ. ഈ ആരോ പറയുന്ന പോലെ 79 വയസ്സൊന്നും ഒരു പ്രശ്നമല്ല സാർ. സാറിൻ്റെ മനസ്സിൻ്റെ ചങ്കൂറ്റമാണ് അതിൽ ആവശ്യം. താങ്കൾക്ക് ആവശ്യത്തിലധികം ചങ്കൂറ്റമുണ്ട്. തീർച്ചയായിട്ടും അറ്റ്ലസ് ജ്വല്ലറി രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആ അതുല്യ പ്രതിഭ, ആ ധൈര്യശാലി, ആ ബിസിനസ്മാൻ ഇനിയും വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓണക്കാലം, കൊറോണയൊക്കെ വന്ന് 2 വർഷമായി നമ്മളെല്ലാം അല്ലല്ലും ദാരിദ്ര്യത്തിലുമൊക്കെ ആണെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഓണക്കാലം സന്തോഷകരമായി ആഘോഷിക്കാം. എന്താ പറയുക, അറബ് രാജ്യത്ത് അവിടെ ജീവിക്കുന്ന, അവിടുന്ന് പുറത്തു പോകാൻ എന്തോ പറ്റില്ല, അദ്ദേഹത്തിന് കേസ് തീരുന്നവരെ പുറത്തു പോകാൻ എന്തോ പറ്റില്ല, ഗൾഫ് രാജ്യത്ത് ജീവിക്കുന്ന രാമേന്ദ്ര സാറിന് ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട്, വർണ്ണാഭമായൊരു ഓണം ആശംസിച്ചുകൊണ്ട്, അടുത്ത വർഷത്തെ 2022 ഓണക്കാലമാകുമ്പോഴേക്കും പഴയ പ്രതാപത്തോടെ രാമേന്ദ്ര സാർ വീണ്ടും ഈ സിനിമാ നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ സ്വർണ്ണക്കച്ചവട രംഗത്തും വിരാജിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം.